ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നെന്ന് പറയുന്നത് ബെസ്റ്റ് ചോയ്സ് എവറിൻ്റെ എപ്പിസോഡ് 14 ആണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ബെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ജാവാനെ വിളിച്ചിട്ട് ഇവിടെ ഞാനൊരു എക്സസൈസിന് വേണ്ടി ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്ന് വന്നിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. നമ്മുടെ ജാവാന് സന്തോഷത്തോടെ ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്ത് തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവളോട് പറയുന്നുണ്ട്, നീ ഇരുന്നിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്, അപ്പം നിനക്ക് വർക്കൗട്ടിന് ഇത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, ഇത് ശരിയായിട്ടുണ്ട് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് അത് ശരിയായതിനു ശേഷം മാത്രമാണ് നമ്മുടെ ജാവോ അവിടുന്ന് പോകുന്നത്. അപ്പോൾ അവളും പറയുന്നുണ്ട്, എന്താടാ പറ്റിയത്, നീ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. പ്രശ്നമൊന്നുമില്ലടാ, ഞാൻ പോവാ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. പോകുന്ന സമയത്ത് ഡെലിവറി ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ അവനും ഈ ജോലി പ്രശ്നമില്ലല്ലോ എന്നുള്ള രീതിയിൽ അവൻ നോക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ മായയാണെങ്കിൽ മായയുടെ അവിടുത്തെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ആ ടാപ്പൊക്കെ പൊട്ടിയിട്ട് ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഇവിടെ നന്നാക്കാൻ വരുന്ന ആൾക്കാർ 15% ഇങ്ങനെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വില കുറവാണ്, വേണമെങ്കിൽ അത് ഞാൻ സെറ്റാക്കി തരാമെന്ന് പറയുമ്പോൾ മായയാണെങ്കിൽ ഇതെങ്ങനെ ചോദിക്കി നോക്കിയിരിക്കുമായിരുന്നു, താങ്ക് യു ഡി എന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ്. ഇവിടെ യാവു ആണെങ്കിൽ വേറെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീഡോങ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ അവൾ ആ ഒരു സംഗതിക്ക് ഓക്കെ പറഞ്ഞു എന്ന് പറയുകയാണ്. അതായത് ഈ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ യാവു തന്നെയാണ്. അപ്പോൾ യാവു ആണെങ്കിൽ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഹീഡോങ് ചോദിക്കുമ്പോൾ ഞാൻ ബാക്കി നോക്കിക്കോളാം എന്നും പറയുന്നുണ്ട്. ഇവിടെ ഡേഞ്ചറസ് ആയ പെൺകുട്ടീനെയാണ് അവൻ കാണാൻ വരുന്നത്. വന്നിട്ട് ഒരു കാർഡ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതിലൂടെ നിങ്ങൾക്ക് കുറേ കസ്റ്റമറിനെ ഉണ്ടാക്കാം, ഇത് നിങ്ങൾ വെച്ചോന്ന് പറയുമ്പോൾ ഇത്ര നല്ല നെയ്ബറിനെ എനിക്ക് വേറെ എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, എനിക്കൊരു ഫേവർ വേണം, അതായത് നമ്മുടെ മായി നല്ലൊരു വർക്കറാണ്, അപ്പോൾ അവൾക്ക് നല്ലൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് കുറച്ച് പൈസ സംഘടിപ്പിച്ച് കൊടുത്താലും പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊന്നും അവൾ അക്സെപ്റ്റ് ചെയ്യില്ലെന്നും പറയുകയാണ്. ഇവിടെ നമ്മുടെ ജോയ്ലാൻ്റെ അച്ഛനും പിന്നെ ആളുടെ അച്ഛനും കൂടിയിട്ട് ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ആ ഒരു മെസ്സേജ് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു പെണ്ണില്ലേ, ആ ഒരു പെണ്ണ് പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുന്നുണ്ട്. പക്ഷേ ആൾ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് ശരിയാണ് നിങ്ങളോടൊന്നും പണ്ട് കാര്യമില്ലെന്നും പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഇവിടെ അബോർഷൻ ചെയ്യാനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സമയത്ത് ആൾ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ വയസ്സിൽ ഒരു കുട്ടി ഉണ്ടാവുക പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, നീ കുറച്ച് സംസാരിച്ചിട്ട് ഈ തീരുമാനമൊക്കെ എടുക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, എനിക്ക് അതിലേറെ ഹാപ്പിയാണ്, പക്ഷേ എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളൂ, ഞങ്ങൾ രണ്ടുപേർക്കും ഒരു നല്ലൊരു വീട് വേണമല്ലോ, അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ ഭാര്യനെ എനിക്കിപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേച്ച് പോകുന്ന സമയത്ത് ആൾ തല കറങ്ങി വീഴുന്നുണ്ട്. ഇവിടെ നമ്മുടെ മായാണെങ്കിൽ അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ ആ ഒരു ഡേഞ്ചറസ് പെണ്ണ് കയ്യിൽ ഒരു സാധനം വെച്ചിരിക്കുകയാണ്. അതിലെന്താണെന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റാഫ്, ഇവളെ കഴിഞ്ഞിട്ടേ വേറൊരു സ്റ്റാഫ് ഉള്ളൂ, നല്ല സ്റ്റാഫ് എന്നുള്ള രീതിയിലാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരു സമയത്ത് നമ്മുടെ യാവോ കയറി വരികയാണ്, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനാണ് കയറി വന്നത്. പക്ഷെ കയറി വന്നപ്പോൾ നമ്മുടെ ഡേഞ്ചറസ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ മായയോട് നമ്മുടെ യാവോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിഷമിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുമ്പോൾ നമ്മുടെ മായയാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ടിട്ട് അതൊന്നും പ്രശ്നമില്ലെന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ യാവോയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇവനോട് ദേഷ്യമൊന്നുമില്ലെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. ആ ഒരു സമയത്ത് തന്നെ വേറൊരു കോള് വരികയാണ് നമ്മുടെ മായിക്ക്. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്രട്ടറി ആയിരുന്നു. സെക്രട്ടറി ആണെങ്കിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആൾ ഭയങ്കര സീരിയസ് ആണ്, അതായത് ജ്വാലാൻ്റെ അച്ഛൻ സീരിയസ് ആണ്, ആൾക്കുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ ഒന്നും എനിക്കില്ലെന്നൊക്കെയുള്ള രീതിയിലാണ് മെസ്സേജ് ചെയ്തും ഫോൺ വിളിച്ചിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ അതിൽ ഇൻവോൾവ് ആവരുതെന്ന് പിന്നാലെ നടന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ജ്വാലാനെ വിളിച്ച് പറയാമെന്ന് വെച്ച് നമ്മുടെ മായി വിളിക്കുകയാണ്. ആളാണെങ്കിൽ എടുക്കുന്നുമില്ല. അപ്പോൾ നമ്മുടെ മായി എന്തായാലും അവളുടെ കയ്യിൽ പൈസ ഒന്നുമില്ലെന്നല്ല പറഞ്ഞേ, നമ്മൾക്ക് പോയി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹീറോ പുറത്തേക്കുന്നുണ്ട്. എനിക്കറിയായിരുന്നു നീ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നത്, നീ ഇപ്പം എന്താ ചെയ്യാൻ പോണേ പറയുമ്പോൾ ആൾ പറയാണ്, എൻ്റെ കയ്യിൽ ഈ കാർഡ് ഉണ്ട്, ഇത് ജ്വാലാൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്നാണ്, ചിലവ് ചെയ്തോളാൻ പറഞ്ഞിട്ട്, അപ്പോൾ അത് അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുമെന്നും പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ, നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് കാറിൽ അവളെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇൻവോൾവ് ആവരുതെന്ന് പറയുമ്പോൾ, നിങ്ങൾ അതിനൊന്നും വെച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാൻ അങ്ങ് കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നോളാം എന്ന് പറയാണ്. നമ്മുടെ മായി അകത്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ കയറി വന്നിട്ട് പറയാണ്, ആൾ ഭയങ്കര സീരിയസ് ആണ്, കുറച്ച് 1/2 മണിക്കൂർ വൈകിയാൽ പോലും ആൾക്ക് ജീവൻ ആപത്താണ്, അപ്പോൾ പെട്ടെന്ന് ഇതിലൊന്ന് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ സെറ്റാക്കാമെന്ന് പറയുമ്പോൾ, ഡേഞ്ചറസ് ആയിട്ടൊരു ഓപ്പറേഷൻ ആണല്ലോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ സെക്രട്ടറി ആണെങ്കിൽ, അയ്യോ എനിക്ക് റെസ്റ്റ് റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. നമ്മുടെ മായിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ജ്വാലാനെ വിളിച്ച് പറയുകയാണ്. ജ്വാലാൻ പറയുന്നുണ്ട്, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും, നീ ഒന്ന് ഇടാൻ പറയുമ്പോൾ നമ്മുടെ നടിയാണെങ്കിൽ അത് ഇടാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ എന്ത് പണിയായി കാണിക്കണേ, അപ്പോൾ എന്താ വെയിറ്റ് ചെയ്യുക, ആൾക്ക് ജീവൻ ആപത്തല്ലേ, നമ്മൾ ജീവൻ വെച്ച് കളിക്കാൻ പാടില്ല പറഞ്ഞിട്ട് അവൾ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ സെക്രട്ടറിന് വന്നിട്ട് ഭയങ്കര ചീത്ത പറച്ചിലാണ് നമ്മുടെ മായി, എന്താണ് നീ കിടന്ന് കാണിക്കുന്നത്, നിനക്ക് ആളെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് സൈൻ ചെയ്യുന്നില്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആണല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയായി എന്ന് പറയുകയാണ്. ഇവിടെ നമ്മുടെ ജ്വാലാനും അമ്മ സിസ്റ്റർ എല്ലാവരും കൂടിയിട്ട് വരുമ്പോൾ
എല്ലാവരും നമ്മുടെ മായിക്ക് താങ്ക്സ് പറഞ്ഞിട്ടാണ് കയറി പോകുന്നത്. ആ ഒരു സമയത്ത് തന്നെ സിസ്റ്റർ വന്നിട്ട് എനിക്കറിയാടി നീ എൻ്റെ അച്ഛനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ആരോട്? നമ്മുടെ സെക്രട്ടറിയോട്. നിൻ്റെ ബാങ്കിലേക്ക് കുറേ പൈസ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ആൾ പറയുന്നുണ്ട് നീ മിണ്ടരുത്, നിൻ്റെ അച്ഛൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ടെന്ന് പറയുകയല്ല. ഇവിടെ അമ്മ തല കറങ്ങി വീഴാണ്. ഒരു സമയത്ത് നമ്മുടെ സിസ്റ്ററിന് ദേഷ്യം വരികയാണ്. സിസ്റ്റർ ആണെങ്കിൽ ഇവൾക്ക് 4 പൊതിരെ അടി കൊടുക്കുകയാണ്. ഈ അടി കൊടുക്കുന്ന സമയത്ത് മായിനെ കാണുമ്പോൾ നീ ഇവിടെ ഉണ്ടാ കുരുപ്പേ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം നീയെ എൻ്റെ അനിയനെ ടോർച്ചർ ചെയ്തു, ഇപ്പോൾ എൻ്റെ അച്ഛനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കറിയാം നിനക്ക് പൈസയല്ല ആവശ്യം എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ എറിയുമ്പോൾ അവളുടെ തലയിൽ കൊള്ളുകയാണ്. നമ്മുടെ ഹീറോ അത് കണ്ടിട്ട് ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അവൾക്ക് കിട്ടുന്ന അടികളൊക്കെ ഇവ വാങ്ങിച്ചിട്ട് എടി മിണ്ടാതിരിടി, നിങ്ങൾ എന്തോ അടി കിടന്ന് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അവനും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവളെന്നെ കുറച്ച് ചീത്തയും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മായി പറയുന്നുണ്ട് നിങ്ങളുടെ ക്യാഷ് ഒന്നും എനിക്ക് വേണ്ട, ആളുടെ സീക്രട്ട് റിലേഷൻഷിപ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾ എനിക്കൊരു കാർഡ് തന്നിട്ടുണ്ട്, ഇതിൽ എത്രയോ പൈസയുണ്ട്, എനിക്കൊന്നും അറിയാൻ പാടില്ല, പക്ഷേ ഇത് വെച്ചിട്ട് നിനക്ക് എന്തും വാങ്ങിച്ച് ചിലവഴിക്കാമെന്നാണ് ആൾ പറഞ്ഞത്, ഇത് തന്നിട്ട് എനിക്ക് പോകണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മായും യാവും കൂടിയിട്ട് അവരവിടുന്ന് പോവാണ്. കാറിൽ കയറിയിട്ട് നമ്മുടെ മായി പറയാണ് എല്ലാം അവസാനിച്ചൂലേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ നമ്മുടെ യാവ് പറയുന്നുണ്ട് ഈ സിറ്റുവേഷൻ നിനക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ, നിന്നെ ഞാൻ സമ്മതിച്ചു മോളെ എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട് അല്ല, ആ ഒരു കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് എന്തോ ഞാനൊരു മല ചുമക്കുന്ന പോലെയായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ഒന്ന് ഫ്രീ ആയി, അതുകൊണ്ടാണ് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ ഇവളോട് പറയുന്നുണ്ട് ഇപ്പം എന്തായാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തല്ലോ, എന്തായാലും നീ താങ്ക് യു പറയുന്നത് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ആളാണെങ്കിൽ ഒരു ന്യൂഡിൽസിൻ്റെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇവിടെ നല്ല ന്യൂഡിൽസ് കിട്ടും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇവനാണെങ്കിൽ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടിയ ആ ഒരു ഇതോടു കൂടി കഴിക്കുന്ന സമയത്ത് നമ്മുടെ മായി പറയുന്നുണ്ട് ഇങ്ങനെ കൂട്ടി ഇളക്കി കഴിക്കുന്ന പറഞ്ഞിട്ട് ഒരു 4 കളകളാന്ന് പറഞ്ഞിട്ട് ഒരു ഇളക്കിയിട്ട് ആൾക്ക് കൊടുക്കുകയാണ്. ആൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് നീ കാണിക്കണേ, അല്ലല്ല ഫ്ലേവേഴ്സ് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നടീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ വേറൊരു പെണ്ണിവിടെ വിളിക്കുന്നത്. അത് നമ്മുടെ ആ ഒരു ഡാനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറിനർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആളെ പുറത്തേക്കാക്കാൻ വേണ്ടി നമ്മുടെ യാവോടെ ഹെൽപ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആളാണ് ഇത്. ഇയാൾ പറയുന്നുണ്ട് അതെ ഇവിടെ വേറൊരു ഫോറിനറിനെ കൊണ്ടുവരാനുള്ള പരിപാടിയുണ്ട്, എൻ്റെ പദവിക്ക് ഒരു വലിയൊരു ആപ്പ് വെച്ചൊരാളുള്ള പരിപാടിയാണ്, അപ്പം നീ എങ്ങനെയെങ്കിലും ആ ഒരു ഹോട്ടൽ നിൻ്റെ കയ്യിലേക്ക് ആക്കണമെന്ന് നമ്മുടെ ഹീറോട് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട് ഞാൻ സെറ്റാക്കിക്കോളാം എന്ന് പറയുകയാണ്. ഇനി ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ജ്വാലൻ്റെ അമ്മേനെയാണ്. ആളോട് പറയുന്നുണ്ട് അച്ഛൻ ഓക്കെയാണ്, ഇപ്പോൾ കാണാൻ വായ അമ്മയെന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരാളെ കാണാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആൾ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്ററിനെയും കൂട്ടിയിട്ട് ജ്വാലൻ അച്ഛനെ കാണാൻ വേണ്ടി വരികയാണ്. കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ആൾ പറയുന്നുണ്ട് എനിക്ക് മായിനെ ഒന്ന് സംസാരിക്കണം, നീ എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് ചോദിക്കുമ്പോൾ ആൾ വിളിച്ചിട്ട് സ്പീക്കറിലിട്ട് കൊടുക്കുകയാണ്. ആളാണെങ്കിൽ കുറേ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, അരമണിക്കൂർ വൈകിരുന്നെങ്കിൽ എൻ്റെ ജീവൻ എന്നെ അബദ്ധമായേനെ, നീ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ ആൾ പറയുന്നുണ്ട് ജ്വാലനും ഞാൻ ബ്രേക്കപ്പ് ആയി, ഇനി നമുക്ക് തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഇങ്ങനെയൊന്നും വിളിക്കരുതെന്നും പറയുകയാണ്. നമ്മൾ ജ്വാലാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലായില്ലേ, ഇപ്പോൾ കാര്യമൊക്കെ കഴിഞ്ഞില്ലേ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. നമ്മുടെ ജ്വാലനെ കാണിക്കുകയാണ്. ജ്വാലനാണെങ്കിൽ ഭയങ്കര സാഡായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആളുടെ ഫാമിലിനെ പറ്റിയിട്ടാണ്. ഇവിടെ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചിരിക്കുകയാണ്, നമ്മുടെ സ്വത്ത് ഇനി എങ്ങനെ പിരിക്കാൻ പോവാണാവോ, ഇനി നമുക്കാണെങ്കിൽ ബിസിനസ്സും അറിയത്തില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ മുഴുവൻ ഇൻട്രസ്റ്റും അതുപോലെ വ്യസനും മുഴുവനും ആ ഒരു സ്വത്തിൻ്റെ പേരിലായിരുന്നു. ഇനി നമ്മുടെ മായയുടെ അച്ഛനമ്മയും പുറത്തേക്ക് നടന്നു വരുന്ന സമയത്ത് അപ്പത്തെ ആൻറ്റി പറയുന്നുണ്ട് നിങ്ങളുടെ സ്ഥലം ഗവൺമെൻറ് വാങ്ങിച്ചില്ലല്ലോ എന്ന് പറയാണ്. കാരണം വെച്ചാൽ അവിടെ ഒരു ബ്രിഡ്ജ് കെട്ടുക എന്നുള്ള പേരിൽ ഗവൺമെൻറ് വാങ്ങുന്നുണ്ടായിരുന്നല്ലോ, അതായിരുന്നു അവർക്ക് നമ്മുടെ മായയുടെ സ്ത്രീധനമായിട്ടും വേറൊരു നല്ലൊരു വീട് വെക്കാനും പൈസ കിട്ടൂലോ എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അവർക്ക് ഇനി ആ പൈസ കിട്ടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ 113ാമത്തെ വീടാണ്, പക്ഷേ 111 വരെയാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ആ ഒരു വീട് മാത്രം വിറ്റുപോയില്ല. അതും പറഞ്ഞിട്ട് എണ്ണി പറക്കിക്കൊണ്ടിരിക്കുന്ന അമ്മേനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻഡ്.